യാത്ര ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമം മാത്രമല്ല, പുതിയ കുറേ അനുഭവങ്ങളുടെയും കാഴ്ചകളുടെയും പാഠപുസ്തകം കൂടിയാണ്. ഇന്നത്തെ എൻ്റെ യാത്ര ഭൂമിയിലെ ഒരു കൊച്ചു സ്വർഗത്തിലേക്കാണ് കേട്ടോ. മഞ്ഞുമൂടിയ മലനിരയും പച്ചപ്പും തണുത്ത കാറ്റും ആരെയും ആകർഷിക്കുന്ന തേയിലത്തോട്ടങ്ങളും പൈൻമരക്കാടുകളും കൊച്ചരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം കൊണ്ടും മനോഹരമായ വാഗമണ്ണിൻ്റെ മണ്ണിലേക്കാണ് കേട്ടോ. പതിവ് പോലെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് അവരുടെ ഒപ്പം ഞാനും ഇറങ്ങി. രാവിലെ 8:30 എൻ്റെ യാത്ര കോട്ടയത്തു നിന്ന് പുറപ്പെട്ടു. 10:30 കഴിഞ്ഞപ്പം വാഗമൺ പ്രദേശത്തേക്ക് നമ്മൾ കയറി തുടങ്ങി കേട്ടോ. എന്ത് മനോഹരമാണ് ഓരോ കാഴ്ചകളും. പോകുന്ന വഴികളെല്ലാം അതിമനോഹരമാണ്. ഇഷ്ടം തോന്നിയ പലയിടത്തും നിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ചായിരുന്നു കേട്ടോ എൻ്റെ ആ ഒരു യാത്ര. ഒറ്റയ്ക്കൊരു യാത്ര, ഒരു സോളോ ട്രിപ്പ് ആഗ്രഹിച്ചിട്ടും പ്ലാൻ ചെയ്തിട്ടൊക്കെ ഒത്തിരി നാളായിട്ടോ. നീണ്ടു പോവാ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു, എന്നാ വന്നാലും ശരി നാളെ അങ്ങ് പോകുക. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു യാത്രയിലേക്ക് എത്തിയത്. പോകുന്ന വഴി കുറേ കടക്കാരെയൊക്കെ കണ്ടു. അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു തൊപ്പിയും ചെറിയൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ മേടിച്ച് വീണ്ടും ഞാൻ എൻ്റെ ആ യാത്ര ആസ്വദിച്ചു തുടങ്ങി. വാഗമണിലേക്ക് എത്തുമ്പം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് ജീപ്പുകൾ ഓഫ് റോഡ് റൈഡ്സിനൊക്കെ കൊണ്ടുപോകും എന്നാണ് കേട്ടോ അറിഞ്ഞത്. പിന്നെ പോകുന്ന വഴി ഞാനൊരു രസകരമായൊരു കാഴ്ച കണ്ടു. ദേ ഈ കാണുന്ന പാറ കണ്ടോ? ഇങ്ങനെ നോക്കുമ്പം അതിൽ ആരും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ലല്ലോ. ദേ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. നോക്കിയേ, ആൾക്കാരുണ്ട്, പക്ഷെ ഒരു കട്ടുറുമ്പ് പോലെ നമുക്ക് തോന്നുള്ളൂ. എന്ത് രസാ! ഇത് ഏതാ സ്ഥലം, ഈ പാറ ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടേ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അങ്ങനെ നമ്മളൊരു 11 മണിയായപ്പം ഒരു മൊട്ടക്കുന്നിൻ്റെ താഴെ ഒരു ചെറിയ ചായക്കടയിലെത്തി. അങ്ങനെ കടയിലെ വിജിച്ചേച്ചിയായിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ ചേച്ചിയോട് നല്ല കമ്പനിയൊക്കെ ആയി. വണ്ടി ചേച്ചിയുടെ കടയുടെ സൈഡിൽ ഒതുക്കിയിട്ട് ഞാൻ പയ്യെ ആ മൊട്ടക്കുന്ന് കയറി മോളിലെത്തി. എന്ത് രസാന്നറിയോ, എന്ത് ഭംഗിയാ! എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. ശരിക്കും നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം. കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നുപോയി. വല്ലാത്തൊരു ഫീലിങ്സ്, വല്ലാത്തൊരു സന്തോഷം. വേറെ ഏതോ ലോകത്ത് ചെന്നെത്തിയ പോലെ. ഇവിടെ എത്തുമ്പോൾ സമയം പോലും നിശ്ചലമാവും. ഓരോ കാഴ്ചയും കവിതയാകും. ഓരോ നിമിഷവും മനസ്സിനെ അത്രമേൽ സ്പർശിച്ചു പോകും. ഇടയ്ക്കൊക്കെ ഒരു സെൽഫ് ലവ്, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു യാത്രയൊക്കെ ആവാട്ടോ. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കണ്ടെത്താനും നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ യാത്രകൾ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാണിച്ചില്ലേ, ഈ ഒരു മരം കാണാൻ എന്ത് ഭംഗിയായിരുന്നു. അങ്ങനെ ആ മരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ അതിലും മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. എന്നാണെങ്കിലും നമ്മുടെ ആ മരത്തിൻ്റെ താഴെ നല്ല തണലുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. സോ ഞാൻ മരത്തണലിൽ വരുന്ന കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ അങ്ങ് ആസ്വദിച്ചു. ചുറ്റും എവിടെ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും നീലാകാശവും മേഘങ്ങളും ആ ഇളം കാറ്റുമെല്ലാം ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നോട് പറഞ്ഞു തരുന്ന പോലെ തോന്നി. പിന്നെ എൻ്റെ ബാഗിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. ഒരു ബുക്കും പേനായും എങ്ങാനും വിശന്നാ കഴിക്കാൻ താഴത്തെ ചേച്ചിയുടെ കടയിൽ നിന്നൊരു കേക്കിൻ്റെ പാക്കറ്റും ഒക്കെയാണ് കേട്ടോ. ഈ വലിയ സന്തോഷത്തിൽ തുറന്ന് കാണിക്കുന്ന ഈ ഒരു ബുക്കില്ലേ, ഇതെൻ്റെ ഒരു ഫേവറേറ്റ്, എൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ് തൊട്ട് എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടിനെ പോലെയാണ്. അത്യാവശ്യം എഴുത്തിൻ്റെ ഒരു ഇച്ചിരി അസ്കിതയുണ്ട് കേട്ടോ. പക്ഷേ കുറേ നാളുകളായിട്ട് അതെവിടെയോ ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ എവിടെയോ മറന്നു വെച്ച എൻ്റെ എഴുത്തിനെ ഒന്ന് പൊടുതട്ടിയെടുക്കാമെന്ന് കരുതി പൊടുതട്ടിയെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വിശന്നപ്പം നമ്മുടെ കേക്കും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ചധികം സമയം ഞാൻ ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ ഞാൻ എൻ്റേതായൊരു മീ ടൈം കണ്ടെത്തി. അങ്ങനെ വേണം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം അല്ലേ.
അങ്ങനെ ആ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ണിലൊടക്കിയത്. നമ്മൾ വരുന്ന വഴി കണ്ട പാറയില്ലേ, ഒരു വലിയൊരു മലയുടെ മുകളിൽ, അതിവിടെ നിന്നാലും കാണാട്ടോ, നല്ല ഭംഗിയാണേ. എന്ത് രസം നോക്കിയാൽ ചുറ്റും. നമുക്കായിട്ടൊരു മീറ്റായും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വേണമല്ലേ. ഞാൻ ഒത്തിരി റിഫ്രഷായി, ഒത്തിരി ഒരു ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയത് കേട്ടോ. ഒത്തിരി സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. എനിക്കായിട്ട് കുറേ എന്തൊക്കെയോ ആലോചിച്ചു, കുറേ എന്തൊക്കെയോ എഴുതി, കുറേ ഞാൻ ഹാപ്പിയായി. ഇനി നമുക്ക് തിരിച്ച് കയറിപ്പോകണം. ഇതേ അവിടെ ചെറുതായിട്ടൊരാൾ നടക്കുന്നുണ്ടോ, അവിടം വരെ ചെല്ലണം കേട്ടോ. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ താഴത്തെ ചായക്കടയുടെ ഒരു ലുക്ക് കണ്ടോ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി അടുത്ത ലക്ഷ്യം നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. വാഗമൺ വരുന്ന ആരും അങ്ങനെ മിസ്സാക്കാറില്ലാത്ത എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് വാഗമണിലെ പൈൻ ഫോറസ്റ്റ്, പൈൻ കാടുകൾ അല്ലേ. എപ്പോൾ ഈ ഒരു പൈൻ കാടിൽ എത്തിയാലും കുറേ സ്കൂൾ കുട്ടികൾ കാണും കേട്ടോ. പതിവ് തെറ്റിച്ചില്ല, ഇപ്രാവശ്യം ഒരുപാട് സ്കൂൾ കുട്ടികളും ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ വന്നാലും പൈൻ ഫോറസ്റ്റ് നിറയെ ആൾക്കാരായിരിക്കും കേട്ടോ. ആ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ നോക്കുമ്പം നമ്മുടെ മൊട്ടക്കുന്നൊക്കെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി നല്ല കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം ഈ പൈൻ ഫോറസ്റ്റ് ഇവിടുന്ന് പോകുമ്പം എല്ലാവർക്കും സമ്മാനിക്കുന്നുണ്ട്. റീൽസിന് വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസും കളികളും കാര്യങ്ങളും ഓട്ടപ്പിടുത്തവും ഒക്കെ ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പം ഞാൻ എൻ്റെ ഒരു സ്കൂൾ ടൈമിൽ ഓർത്തുപോയി. എൻ്റെ സ്കൂൾ ടൈമിൽ ഞാനും വന്നിട്ടുണ്ട് കേട്ടോ പൈൻ ഫോറസ്റ്റും വാഗമൺ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. ആ ഒരു ഓർമ്മകളിലേക്ക് അറിയാതെ ചെന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു സൈഡിൽ നിന്ന് ഒരമ്മക്കുരങ്ങും കുഞ്ഞുകുരങ്ങും പിന്നെ കൂട്ടത്തോടെ കുറേ കുരങ്ങന്മാരും എല്ലാം കൂടി എത്തിയപ്പം പിള്ളേരെല്ലാവരും കൂടി ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും ഫോട്ടോഗ്രാഫിക്കും ഷൂട്ടിനും ഒക്കെ ആയിട്ട് വെഡ്ഡിങ്ങിൻ്റെയും പ്രീ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പേര് വരാറുണ്ട്. അപ്പം അവർക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഈ പൈൻ കാടുകളുടെയും യാത്രയുടെയൊക്കെ ഓർമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ നല്ല ഫോട്ടോ ഫ്രെയിംസ്, അതിന് സ്പോട്ടിൽ തന്നെ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഫ്രെയിംസ് ആക്കി അവർ നമുക്ക് തന്നുവിടും. അങ്ങനെയുള്ളൊരു സർവീസ് കാര്യങ്ങളും ഈ ഒരു പൈൻ ഫോറസ്റ്റ് ഞാൻ ഈ പ്രാവശ്യം കണ്ടു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറേ നല്ല മെമ്മറികളായിട്ടാണ് ഞാൻ തിരിച്ച് കയറിയത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മൊട്ടക്കുന്ന്, നമ്മൾ കയറിയ മൊട്ടക്കുന്നൊക്കെ കാണാൻ പറ്റുമെന്ന് പൈൻ മരങ്ങളുടെ ഇടയിലൂടെ. നോക്കിയേ എന്ത് രസമാണെന്നറിയോ, നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര തന്നെ കേട്ടോ. പലരും വന്നിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഒറ്റയ്ക്കൊരു യാത്ര അത് വളരെ രസകരമാണ് കേട്ടോ. ഒന്ന് എൻജോയ് ചെയ്ത് നോക്കണം. ഇനി തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ. തിരിച്ചുള്ള യാത്ര മുട്ടം തൊടുപുഴ റൂട്ടാണ്. ആ ഒരു വഴി ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. എന്ത് മനോഹരമാണല്ലേ, എന്ത് രസമാണ് കാണാൻ. എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകളാണ് കേട്ടോ എനിക്ക് ഈ ഒരു യാത്ര സമ്മാനിച്ചത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ മടുത്തെന്നോ തളർന്നെന്നോ ഇനി എനിക്ക് മുന്നോട്ട് പറ്റുന്നില്ലെന്നോ തോന്നുമ്പം ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു യാത്ര തന്നെയാണ്. നമ്മളെ വീണ്ടും കണ്ടെത്താനും നമ്മളെ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഒരു യാത്രയോളം നല്ല മരുന്ന് വേറൊന്നും കാണില്ല കേട്ടോ. ഈ യാത്രയിൽ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടു. ഞാൻ ഈ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെ കാണാറുണ്ട് കേട്ടോ വണ്ടിയിലിരുന്ന്. പക്ഷേ എല്ലായിടത്തൊന്നും ആരും നിർത്തൂല.
അപ്പം നമ്മൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം നിർത്തി ഇഷ്ടമുള്ളതെല്ലാം ആസ്വദിച്ച് കണ്ട് സന്തോഷത്തോടെ ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്ത് യാത്ര തുടരാമല്ലോ. അങ്ങനെ ഞാൻ നിർത്തിയ ഒരു കുഞ്ഞു സ്പോട്ടാണ് കേട്ടോ ഇത്. എന്ത് രസമാണെന്ന് നോക്കിയേ. ചില സമയം ചില വഴികൾ കാണുമ്പോൾ ഓർക്കും കേട്ടോ, ഇത് ഭൂമിയുടെ വല്ല അറ്റത്തോട്ടാണോ എൻ്റെ യാത്ര എന്ന്. പിന്നെയുള്ള കാഴ്ചകൾ മുഴുവനും തേയിലത്തോട്ടങ്ങളിലൂടെ ആയിരുന്നു കേട്ടോ. എത്ര മനോഹരമെന്ന് എനിക്ക് എന്ത് വാക്കുകളിലൂടെ വർണ്ണിക്കണം എന്നെനിക്കറിയില്ല. പക്ഷെ ആ യാത്ര മുന്നോട്ട് പോയപ്പം ഞാൻ അതിമനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടു കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം കൂടി ഒന്നിച്ച് തേയിലച്ചെടിയുടെ ഇലകളെല്ലാം പറിച്ച് ശേഖരിക്കുന്ന ഒരു കാഴ്ച. ആഹാ, ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് വണ്ടി നിർത്താതെ പോകാൻ പറ്റുമോ? ഞാൻ പയ്യെ വണ്ടി സൈഡിലൊതുക്കി അവരുടെ അടുത്തേക്ക് ഇറങ്ങി നടന്നു കേട്ടോ. നല്ല രസമാണ് അവരെല്ലാവരും കൂടി ഇരുന്ന ആ ഇലയെല്ലാം കൂടി പറിക്കുന്നതും അതിൽ നല്ല ഇലകളെല്ലാം ശേഖരിക്കും, ബാക്കിയെല്ലാം കളഞ്ഞും ഒക്കെ എടുക്കുന്നതൊക്കെ കാണാൻ. കുറച്ച് നേരം അവിടെയുള്ള ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഒക്കെ മിണ്ടി ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു കേട്ടോ. മലയാളവും തമിഴും കൂടി കലർന്ന ഒരു രീതിയിലാണ് അവരുടെ സംസാരമൊക്കെ പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. അങ്ങനെ അവരോട് മിണ്ടി ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചപ്പോഴാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞരുവി അതുവഴി ഒഴുകിപ്പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങോട്ടൊന്ന് ഇറങ്ങാനുള്ളൊരാഗ്രഹം തോന്നിപ്പോകില്ലേ? പിന്നെ ഒട്ടും വൈകിയില്ല കേട്ടോ. ഞാൻ ആ തേയിലത്തോട്ടത്തിലൂടെ ഇറങ്ങി ആ ഒരു കുഞ്ഞരുവിയുടെ അങ്ങോട്ട് നടന്നു. ഇനി എൻ്റെ ഈ യാത്രയിൽ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ള ഒരാളുണ്ട്. ആരാന്നറിയോ? എൻ്റെ ട്രൈപോഡ് തന്നെ. എൻ്റെ ട്രൈപോഡിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ട്രൈപോഡ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. വേണ്ടെടുത്ത് സെൽഫി സ്റ്റിക്കായിട്ടും അല്ലാത്തടുത്ത് ട്രൈപോഡായിട്ടും ഒക്കെ ഞാൻ യൂസ് ചെയ്തു. ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവന് സ്വന്തമായിട്ടൊരു റിമോട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെ ആശ്രയം കൂടാതെ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു കേട്ടോ. നമ്മുടെ കയ്യിൽ റിമോട്ട് വെച്ച് നമുക്ക് ഷോർട്സ് ഏതാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. ഞാൻ കാണിച്ചു തരാവേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല അടിപൊളി വെള്ളമായിരുന്നു കേട്ടോ. ഞാൻ അന്ന് മോഹമൊക്കെ കഴുകി ഫ്രഷായി ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ പയ്യെ അവിടെ നിന്ന് മുകളിലോട്ട് കയറിയത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു സ്പോട്ടായിരുന്നു ഈ ഒരു കുഞ്ഞരുവി. തിരിച്ച് കയറി അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുമ്പം മനസ്സ് ശരിക്കും നിറഞ്ഞിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് പയ്യെ എൻ്റെ വണ്ടി തിരിച്ച് നേരെ വീണ്ടും കോട്ടയത്തേക്കുള്ള യാത്ര തുടർന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി നല്ല കാഴ്ചകൾ, സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും നിർത്തി ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു. കാരണം തിരിച്ചൊരു 7:30 മുമ്പ് വീട്ടിൽ കയറണം എന്ന് തന്നെയായിരുന്നു തീരുമാനം. അങ്ങനെ പോകുന്ന വഴിയാണ് ഈ ഒരു ചെറിയൊരു സൂര്യാസ്തമയൊക്കെ കണ്ടു. പിന്നെ കാണുന്ന കാഴ്ചകളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. സ്ഥലപ്പേരൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ കണ്ട ദൃശ്യങ്ങൾ, ആ ഒരു മനോഹാരിത അതിപ്പോഴും മനസ്സിൽ വല്ലാണ്ട് തങ്ങി നിൽപ്പുണ്ട്. പിന്നെ വരുന്ന വഴി ഞാൻ കർത്താവിനെ മാതാവിനെയൊക്കെ കണ്ടു കേട്ടോ. ഒക്ടോബർ 31 ആയതുകൊണ്ട് അന്നത്തെ വൈകുന്നേരം ജപമാല മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണല്ലോ. പല പള്ളികളിൽ നിന്നും കുടുംബ കൂട്ടായ്മകളുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ
ദേ ഇങ്ങനെ ഈശോയെ മാതാവിൻ്റെയൊക്കെ രൂപത്തിൽ കുട്ടികൾ വേഷം കെട്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ പാലാ കിടങ്ങൂരൊക്കെ എത്തി. അവിടെ നിന്നൊരു നല്ല അടിപൊളി തട്ടുകട കയറി. അയ്യോ, അപ്പോഴാണൊന്ന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നല്ല ഫുഡായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യം അവിടെ ഇല്ലായിരുന്നു. ഞാൻ അത്രയും അടുത്തിരുന്നു. ഈ ഒരു കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പാലാ കിടങ്ങൂർ റൂട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തട്ടുകടയാണിത്. അപ്പം ഒരു മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ പറയാം. അപ്പം ഈ റൂട്ടിനി പോകുമ്പം ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട്, സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അന്നേ ദിവസം ഒന്ന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു യാത്രയിൽ ആകെ ചിലവായത് വെറും 500 രൂപ മാത്രമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 350 രൂപയുടെ പെട്രോള്, പിന്നെ ഫുഡ്, അത് രണ്ടും കൂടി എനിക്ക് 500 രൂപയ്ക്കുള്ളിൽ നിന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര കോട്ടയം അടുക്കാറായി കേട്ടോ. ജീവിതം എത്ര തിരക്കിലായാലും സ്ട്രെസ്സായാലും ഒരു യാത്ര നമ്മെ വീണ്ടും ജീവിപ്പിക്കും. ഈ വാഗമണ്ണിലെ ഓരോ മണൽത്തരിയും ചെറിയ കാറ്റ് പോലും നിശബ്ദമായി നമ്മളോട് പറയുന്നത് അതാണ്. യാത്ര ചെയ്യുക, മനസ്സ് തുറക്കുക, സ്വയം കണ്ടെത്തുക, ജീവിതം കൂടുതൽ മനോഹരമായി ആസ്വദിക്കുക. ഇതൊക്കെയാണ് ഓരോ യാത്രയും നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് കേട്ടോ. സോ മടിച്ചു നിൽക്കണ്ട, നാളത്തേനായിട്ട് മാറ്റി നിർത്തണ്ട. ഒരു യാത്ര പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിനായിട്ട് ഒരു സമയം കണ്ടെത്തുക, യാത്ര ചെയ്യുക. കാരണം ഒരു യാത്ര കഴിയുമ്പം നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവും, കൂടുതൽ പോസിറ്റീവ് ആവും, കൂടുതൽ ഹാപ്പി ആകും. ശരിക്കും നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ തന്നെയായിരിക്കും പിന്നീട് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാവേ. അതുവരെ എല്ലാവർക്കും ബൈ.